ആദ്യം പറയാനുള്ള എന്താ പറയുക, ഇത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പടം കണ്ടവർക്ക് മാത്രമേ കത്തുള്ളൂ. പടം കാണാത്തവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് നഷ്ടമാവില്ല. 100, 120, 130 കൊടുത്താലും നഷ്ടമായി എന്നുള്ളൊരു കുറ്റബോധം പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ പറയുക, കലംകവലിൻ്റെ ഈ ഒരു പിക്കുകളൊന്ന് ആദ്യം നോക്കാം. ഈ പിക്കുണ്ടല്ലോ, ഈ പിക്കാണ് ഈ ഒരു പടത്തിൻ്റെ ഹൈലൈറ്റ്. ഇതിന് പിന്നിൽ ചെറിയൊരു സ്റ്റോറിയും കൂടെ ഉണ്ട്. നമ്മളാ ഈ ഒരു ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയോ, പടം കണ്ടവരോട് പറയാം, ഈ ഒരു സീൻ എന്ന് പറയുന്നത് മമ്മൂക്ക സിഗരറ്റ് വലിക്കുന്ന സീനാണ്. മമ്മൂട്ടി ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരാളെ കൊല ചെയ്യുമ്പോൾ അയാളെ കൊന്നിട്ട് ഒരു ചിരിച്ചിട്ട് ഒരു സിഗരറ്റ് വലിയുണ്ട് മോനെ. ആ ഒരു വലിയിൽ മമ്മൂക്ക ഈ സിഗരറ്റ്, ഈ ചൂടുള്ള സിഗരറ്റ് ചവക്കുന്ന ഒരു സീനുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആ ഒരു സീന് മമ്മൂക്ക സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കത്തിച്ച സീനാണ്. അതായത് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സീനിൽ അഭിനയിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാലോ, ചൂടുള്ള സിഗരറ്റ് നാവിൽ വെച്ച് കഴിഞ്ഞാൽ നാവ് കൊള്ളും. പക്ഷേ മമ്മൂക്ക എങ്ങനെയാണ് ഈ ഒരു സീൻ എടുത്തതെന്ന് ഇപ്പോൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. കാരണം നമ്മളെ കൊണ്ടൊക്കെ ജസ്റ്റ് സിഗരറ്റ് ഒന്ന് ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അമ്മാതിരി ചൂടായിരിക്കും. അങ്ങനെയുള്ളൊരു ഇതിൽ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് അതൊക്കെ ചവച്ചരച്ച് കൈയടി നേടിയിട്ടുള്ളൊരു സീന്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, നമ്മൾ പൊതുവേ ആദ്യം പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒരാളെ മർഡർ ചെയ്തിട്ട് മർഡർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചിരിക്കാനുള്ള സീനുള്ളൂ. പക്ഷേ മമ്മൂക്ക എന്തായി സിഗരറ്റ് വലിച്ചിട്ട് അതൊന്ന് ചവച്ച് മമ്മൂക്കനെ സ്വന്തം കയ്യിൽ നിന്നിട്ട ആ ഒരു സീനാണ് എന്നാണ് പ്രൊഡ്യൂസർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്കൻ്റെ കലംകവല് വെറും 3 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബിൽ ഇടം നേടി. കാരണം ടിക്കറ്റൊക്കെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യുകയാണ്. തിയേറ്ററിൽ പലർക്കും ടിക്കറ്റ് കിട്ടാനില്ല. ഇനിയിപ്പോൾ വർക്കിംഗ് ഡേയ്സാണ് വരും, ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്ര അധികം ഫാസ്റ്റായിട്ട് 50 കോടി ക്ലബ്ബിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു 8-10 ദിവസം കൊണ്ട് 100 കോടി ഒരു പ്രശ്നമില്ലാത്ത വിഷയമാണ്. ഈ ഒരു പോക്ക് കണ്ടിട്ട് 100 കോടി അസാധ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അമ്മാതിരി റഷാണ് തിയേറ്റർ. കാരണം ആൾക്കാർ ട്രെയിലർ കണ്ടിട്ട് ഈ ഒരു പടത്തിന് വരുമ്പോൾ ഒരു നോർമൽ സൈക്കോ ത്രില്ലർ പടമാണ് പ്രതീക്ഷ. പക്ഷേ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെ, പക്ഷേ സെക്കൻഡ് ഹാഫിക്കാണ്ട് പടം ആരംഭിക്കുമ്പോൾ ഇത് വേറെ ലെവലിലേക്ക് പോകണം. അപ്പം മമ്മൂട്ടി ഉണ്ടായതുകൊണ്ട് മാത്രം കേട്ടോ. ഇത് വേറെ ആരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തരം ലെവൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് ടിസ്റ്റും അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ പടത്തിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറി. റേഞ്ച് മാറിയപ്പോൾ പിന്നെ ബുക്ക് മൈ ഷോയിലും ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇത് 50 കോടി ഒരു 3-4 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബിലെത്തുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ലെവലിൽ ഈ ഒരു കളക്ഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 8 ദിവസം കൊണ്ട് മമ്മൂട്ടിക്ക് ആദ്യത്തെ 100 കോടി നേടാനുള്ള ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. കോടിയിൽ വലിയ കണക്കും കാര്യങ്ങളും അതിലൊന്നും ഒരു കഥയില്ല, എന്നാലും ജസ്റ്റ് പറയാം. ഒരു 8, 9, 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ മമ്മൂട്ടിക്ക് ഇതുവരെ 100 കോടി ഇല്ലല്ലോ. ഇപ്പോൾ മോഹൻലാലിനുണ്ട്, നെസ്ലിനുണ്ട്, കല്യാണിക്കുണ്ട്, അതേപോലെ ടൊവിനോക്കുണ്ട്, പല നടന്മാർക്കും 100 കോടിയായി. കാരണം ഇന്നത്തെ കാലത്ത് 100 കോടി വിഷയമല്ല. കാരണം ടിക്കറ്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അത്ര ഭയങ്കര റേറ്റാണ്. അപ്പോൾ 100 കോടി ഒന്നും അത്ര വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ മമ്മൂട്ടിക്ക് നിലവിൽ 100 കോടി ഇല്ല. ഭീഷ്മയാണ് ഏറ്റവും ടോപ്പ് 88 കോടി. അപ്പോൾ ഭീഷ്മനെ മറികടന്നുകൊണ്ട് 100 കോടി നേടാനുള്ള ഒരു സുവർണാവസരമാണ്. അത് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഭാവിയിലുള്ള ഈ ഒരു വർക്കിംഗ് ഡേയ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക അതിനനുസരിച്ചായിരിക്കും ഈ ഒരു 100 കോടിയും ബാക്കിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരിക. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.